2000-ൽ ജനിച്ചവരാണ് പ്രശ്നക്കാർ, അവരെ കൊണ്ട് മടുത്തു. ഇവരാണ് ഇപ്പോഴത്തെ പ്രശ്നമെന്ന് പറയുന്നവർക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഡിംപിൾ ബാൽ. ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെയായിരുന്നു തന്റെ നിലപാട് വ്യക്തമാക്കിയത്. 2K ജനറേഷൻസ് മാത്രമല്ല പ്രശ്നം. 15-16 വയസ്സിൽ ഇങ്ങനെയൊരു ബുള്ളി ഗ്രൂപ്പ് എപ്പോഴും എല്ലായിടത്തും ഉണ്ടായിരുന്നു. അന്ന് കള്ളും കഞ്ചാവും ഇല്ലായിരുന്നു. എന്നാലും ഇതുപോലത്തെ സംഭവങ്ങൾ അന്നും നടന്നിട്ടുണ്ട്. 22-ാം വയസ്സിൽ തനിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ചും ഡിംപിൾ ബാൽ സംസാരിച്ചു. ഞാനും എന്റെ സുഹൃത്തുക്കളും ഒരു കോഫി ഷോപ്പിന് പുറത്ത് സംസാരിച്ചു നിൽക്കുകയായിരുന്നു. അവിടെ നിന്നും ഇറങ്ങുന്ന സമയത്ത് 4-5 ബോയ്സ് ഷോപ്പിലേക്ക് കയറുന്നുണ്ടായിരുന്നു. ഞങ്ങൾ താഴേക്ക് ഇറങ്ങുമ്പോൾ അവരിൽ ഒരാൾ വന്ന് എന്റെ ഫ്രണ്ടിന്റെ കാലിനിടയിലേക്ക് ലെറ്റർ എറിഞ്ഞു. വീണ്ടും എറിയുകയായിരുന്നു. അങ്ങോട്ടേക്ക് മാറി എറിഞ്ഞ് കളിച്ചോ എന്നായിരുന്നു എന്റെ ഫ്രണ്ട് അവരോട് പറഞ്ഞത്. നീ ഇവിടെ 10 മിനിറ്റ് നിൽക്ക്, നിനക്ക് ഞങ്ങൾ ആരാണെന്ന് കാണിച്ചു തരാമെന്നായിരുന്നു അവരുടെ മറുപടി. ഇവരെന്താണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്നായിരുന്നു ഞങ്ങൾ ചിന്തിച്ചത്. ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരാൾ കൈനിറയെ ലെറ്റേഴ്സ് കൊണ്ടുവന്ന് എറിയാൻ തുടങ്ങി. അതിനിടയിൽ അവരെല്ലാം ഞങ്ങളുടെ കൂടെയുള്ള ബോയ്സിനെ തല്ലാനും ഗേൾസിനെ മോശം പറയാനും തുടങ്ങി. അതിനിടയിൽ ഞാൻ പോലീസിനെ വിളിച്ചിരുന്നു. അന്ന് രാത്രി FIR ഇടാൻ അവർ തയ്യാറായിരുന്നില്ല. ആ വണ്ടികളുടെ നമ്പർ കൊടുത്തിട്ടും അവർ ആക്ഷൻ എടുക്കുന്നുണ്ടായിരുന്നില്ല. ആ കൂട്ടത്തിലുണ്ടായിരുന്നവരിൽ ഒരാളുടെ പേരന്റ് ഉന്നതനാണെന്നാണ് അവർ പറഞ്ഞത്. മമ്മിയാണ് ഞങ്ങളെ സഹായിച്ചത്. 2 ദിവസം കഴിഞ്ഞാണ് കേസ് രജിസ്റ്റർ ചെയ്യാനായത്. ഈ കേസ് ഒഴിവാക്കി തരാമോ എന്ന് ചോദിച്ച് അവർ ഞങ്ങളെ സമീപിച്ചിരുന്നു. 25 ലക്ഷം തരാമെന്ന് വരെ പറഞ്ഞിരുന്നു. അന്ന് എന്റെ പോക്കറ്റിൽ 2000 രൂപ പോലും ഇല്ലായിരുന്നു. പഠിക്കാനായി ബാംഗ്ലൂരിലേക്ക് പോകാൻ നിൽക്കുന്ന സമയമാണ്. കുറച്ച് വർക്ക് ചെയ്തിട്ട് അതിന്റെ പൈസയാണ് ഫീസ് അടയ്ക്കാൻ എടുക്കുന്നത്. ഞാൻ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് തിരിച്ചെത്തുന്നത്. 10 വർഷത്തോളം കേസ് നടക്കുന്നുണ്ടായിരുന്നു. എന്റെ മോനെ ഒഴിവാക്കണം. അവന്റെ കാറായിരുന്നുവെങ്കിലും അവൻ നോക്കി നിന്നിട്ടേയുള്ളൂ. ഇത് കള്ളക്കേസാണ്, ഇതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് കിട്ടുമെന്ന് വരെ ഒരു അമ്മ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. നല്ല ഒരു പേരന്റ് ആയിരുന്നുവെങ്കിൽ ചെയ്ത തെറ്റിന്റെ ആഴം അവർക്ക് മനസ്സിലാക്കി കൊടുത്തേനെ. പേരന്റ് എന്ന രീതിയിലുള്ള പിഴവുകളാണ് കുട്ടികളെ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നതിനായി പ്രേരിപ്പിച്ചത്. കുട്ടികൾക്ക് തെറ്റും ശരിയും പറഞ്ഞുകൊടുത്ത് വളർത്തുക. 2K ജനറേഷൻസിനെ മാത്രം കുറ്റം പറയുന്നത് കൊണ്ട് കാര്യമില്ലെന്ന് എല്ലാവരും മനസ്സിലാക്കുക എന്നുമായിരുന്നു ഡിംപിൾ ബാൽ പറഞ്ഞത്.